ഇന്നലത്തെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പില് UDF LDF സാധ്യതകള് അതില് നമ്മള് UDF-ന് ഒരു സാധ്യത 75-ഉം LDF-ന് ഒരു 65-ഉം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധ്യത 1.5 കൊല്ലം BJP-ക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എന്താ പറയാ 65 മണ്ഡലത്തില് ത്രികോണ മത്സരം നടത്താനുള്ള സാധ്യതയുണ്ട്. ശരിക്കും 65 മണ്ഡലത്തില് അവർക്ക് നന്നായിട്ട് മത്സരിക്കാൻ പറ്റും. അപ്പൊ 140 മണ്ഡലത്തില് 65 മണ്ഡലത്തില് അവർക്ക് നന്നായിട്ട് മത്സരിക്കാം. അതിൽ തന്നെ 25 മണ്ഡലത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാന്നുള്ള 100% എത്താനുള്ള അതെന്താ സ്ഥാനാർത്ഥി നല്ലതെന്ന് വെച്ചാല് നല്ലൊരു ഇപ്പൊ നമ്മുടെ തൃശ്ശൂര് സുരേഷ് ഗോപി ഒരാള് വന്നു ഇപ്പൊ എന്താ ജയിച്ചില്ലേ. അതേപോലെ 25ഓളം നമ്മുടെ ശ്രീധരൻ പാലക്കാട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി പറയുകയാണെങ്കിൽ നമുക്ക് 25 മണ്ഡലത്തില് BJP-ക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. നേരം അത് അങ്ങനത്തെ സ്ഥാനാർത്ഥികൾ വേണമെന്ന് മനസ്സിലായി. അല്ലാതെ BJP-യുടെ ബേസ് വോട്ട് വെച്ചും തന്നെയാണെങ്കിൽ നമുക്ക് ഒരു 2-3 സീറ്റുകൾക്കൊക്കെ ഒരു സാധ്യത നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അല്ലെങ്കിൽ മറ്റേ മെട്രോമാൻ വന്നല്ലോ എന്ന തരത്തിലുള്ള ആളുകളെ ഇപ്പൊ നമ്മളിപ്പോ മഹാരാഷ്ട്ര ഇലക്ഷൻ ഇവിടെ ഓടിയിട്ട് 3 സ്ഥലങ്ങളിൽ, ഒന്ന് തിരുവനന്തപുരത്ത് ഉണ്ട്, പിന്നെ തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട ഒക്കെ നല്ലൊരു ലീഡിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഇപ്പോ തൃശ്ശൂര് ജില്ലയില് സുരേഷ് ഗോപി നിന്നിപ്പോ തൃശ്ശൂര്, മണലൂര് കാരണങ്ങൾ എന്താന്നുള്ളത് വളരെ ഇതായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. ശരി, എന്തായാലും അപ്പൊ ഇതൊന്നും അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചു. അല്ല അപ്പൊ എന്തായാലും വെച്ചാല് ഇപ്പോഴത്തെ നമ്മള് ഇങ്ങനെ കാണണം. മനസ്സിലായി, ഞാൻ പറഞ്ഞ മനസ്സിലായി. നല്ല സാധ്യത ഉണ്ടെന്നുള്ളത് മുമ്പത്തെ പ്രാവശ്യത്തെ പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളത് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജില്ലകൾ നോക്കുമ്പോൾ നമ്മള് കാസർഗോഡ്, അതുപോലെ പാലക്കാട്, തൃശ്ശൂര്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ വളരെ അനുകൂല സാഹചര്യം, ഒരു തരംഗം. അതെ. പിന്നെ PC ജോർജിന്റെ ഒക്കെ വരവോടുകൂടി പിന്നെ ഈ മുനമ്പം വകുപ്പ് വിഷയങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഒരു 5-10% അവർക്ക് നിലവിൽ കിട്ടാവുന്നതിലും വിട്ട് എക്സ്ട്രാ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നല്ല സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിൽ ഒരു വളരെ അനുകൂല സാഹചര്യം, നല്ല ടഫായിട്ടുള്ള ഒരു മത്സരം. ശരിക്ക് ഒരു 65 സീറ്റില് കടുത്ത മത്സരം നടത്താനുള്ള ഒരു ശേഷി അവർക്കുണ്ടെന്ന്. കാരണം കേന്ദ്രത്തില് മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ വന്നു, ഇപ്പോ ഹരിയാനയിലെ ഇലക്ഷൻ വന്നു. അവിടെയൊക്കെ അവര് തോറ്റു പോകുന്നുള്ളൊരു സാഹചര്യം പറഞ്ഞിട്ടും ഈ മണി പവർ, മസിൽ പവർ എല്ലാം കൊണ്ട് ജയിക്കാൻ പറ്റിയിരുന്നു. ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികള് കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നേരെ വെച്ച് സ്ഥാനാർത്ഥികളുടെ ഈ ബേസ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളത്. ഓക്കെ, നമുക്കേ ഈ ഇലക്ഷന്റെ ഇതുണ്ടല്ലോ, ഈ ഇലക്ഷൻ ഇപ്പൊ നമ്മൾ ഇനി അടുത്തത് പഞ്ചായത്ത് ഇലക്ഷൻ വരാനുള്ളത്. ആം ആദ്മി ഇവിടെ ആപ്പിന് സാധ്യത കുറവാണ്. പിന്നെ 2020 ആപ്പ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിനൊക്കെ കേരളത്തിൽ കാര്യമായിട്ട് സാധ്യതയില്ല. അപ്പൊ സാവധാനം ഒക്കെ ആയി വരുള്ളൂ. കാരണം പെട്ടെന്ന് ഒരു സാധ്യത ഇല്ലേ. നമ്മുടെ ഏതെങ്കിലും ചില സ്ഥലത്ത് ചില വാർഡുകളിലൊക്കെ ഒരു പോക്കറ്റിൽ ജയിച്ചു. പക്ഷെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരില്ലേ, ഏത് നഗര കോർപ്പറേഷൻ വാർഡുകള്, പഞ്ചായത്ത് വാർഡുകള്, ഈ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാളും ഇരട്ടിയിലധികം സീറ്റ് നേടാനുള്ള സാധ്യത വളരെയധികം വാർഡുകളിൽ. ഈ വിഭജനം വന്നില്ലേ പഞ്ചായത്ത് വാർഡുകൾ, ഞങ്ങളൊക്കെ മാറി, കുരിച്ചരൊക്കെ മാറി, അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ഞാൻ കാണാം. നമസ്കാരം ജോൺസേട്ടാ, എന്തൊക്കെയുണ്ട്? അതെ, ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വെക്കുമ്പോഴേ ഇവിടെ അങ്ങനെ ചൂടേറിയ ചർച്ച ഞാൻ കണ്ടു. മറ്റേ BJP ജയിക്കും, ഇപ്പൊ 65 മണ്ഡലങ്ങൾ കിട്ടും, 25 സീറ്റില് നല്ല മത്സരം നടക്കും ഒക്കെ അങ്ങനെ പറയണ കേട്ടു. BJP ജയിക്കുന്നല്ല, 25 മണ്ഡലങ്ങളിൽ അവർക്ക് നന്നായിട്ട് മത്സരിച്ച് ജയിക്കാനുള്ള നമുക്ക് ആഗ്രഹിക്കാലോ. ഞാനൊരു BJP അനുഭാവിയാണ്, നമുക്കത് ആഗ്രഹിക്കുന്നോണ്ട് കുഴപ്പമില്ല. 65 മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ശേഷി ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ മത്സരിക്കാനുള്ള ശേഷിയുണ്ട്. അതെങ്ങനെയാണ് ജോൺസേട്ടാ അത് അനലൈസ് ചെയ്യണത്? അതായത് ഇപ്പോ
ചാനലുകളുടെ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ നല്ല സ്കോപ്പ് കാര്യങ്ങളുള്ള ആൾക്കാരാണ്. ഇപ്പൊ അത്ര വൈഡായിട്ടുള്ള ഒരു സ്കോപ്പ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. എന്നാലും അതങ്ങനെ അനലൈസ് ചെയ്ത് ഇത്ര ധൈര്യമായിട്ട് നമ്മള് നാലാളോട് പറയുമ്പോ അത് എന്തിനാ ശരിക്കും കാണിച്ചാലേ നമ്മള് ഒരു 45-50 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ആളാണ്. അപ്പൊ നമ്മള് ഈ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ്, ചരക്ക് തരുന്ന ആള്, കൊടുക്കുന്ന ആള്, അങ്ങനെ നമ്മൾ ഹോട്ടലുകൾ ബന്ധങ്ങളുണ്ട്. അപ്പൊ ഈ ചരക്ക് തരുന്ന ആള് സെയിൽസ്മാൻമാരെ ഒരു പല ഏരിയയിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന്, പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ടോക്കില് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും ഓരോ മണ്ഡലം. അപ്പൊ ഓരോ ജില്ലയിലത്തെ ആളുകള്, മണ്ഡലത്തിലെ ആള്, വാർഡിലത്തെ ആള് വരും. നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് അപ്പൊ നമ്മൾ അറിയാതെ തന്നെ അവർ സംസാരത്തിൽ നിന്ന് അവരെ ഇന്ന പാർട്ടിക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓരോ വിഷയത്തെ പറ്റി ഇപ്പൊ നമ്മൾ ADM നവീൻ ബാബുവിന്റെ വിഷയം എടുത്തിട്ടാണെങ്കിൽ പാർട്ടിക്കാരനാണെങ്കിൽ ആള് അതിനെ എതിരെ പറയും. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല നമ്മൾ സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ രാഷ്ട്രീയം നമ്മൾ അങ്ങനെ പറച്ചില് പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ്. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഇങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ തന്ത്രപരമായിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഭാഗത്തെ വിഷയങ്ങൾ അവർ പറയുന്നു. അപ്പൊ നമ്മള് ചോറ് വെന്തോന്ന് നോക്കാനായിട്ട് നമ്മളൊരു എല്ലാ ചോറിന്റെ പറ്റും നോക്കണ്ട, 2-3 പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയിലുള്ള ആളുകള് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോ ആ അഭിപ്രായം നമുക്ക് ഫീഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലെ ഇതില് ഏത് തരത്തില് ഒരു ഐഡിയ നമ്മള് അത് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ BJPക്ക് നമ്മള് കഴിഞ്ഞാൽ ഒരു 25 സീറ്റിൽ ജയിക്കുന്നല്ല പറഞ്ഞത്. 25 സീറ്റില് ശരിക്ക് മത്സരിച്ച് അങ്ങനെയല്ല ജയിച്ച് നല്ല സ്ഥാനാർത്ഥികളെ കിട്ടുകയാണെങ്കിൽ ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മത്സരിച്ച് മുന്നോട്ട് പോകാനുള്ള പൊസിഷൻ അവർക്കുണ്ടെന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രികോണ മത്സരം, 65 സീറ്റിൽ ശരിക്കും പറഞ്ഞ ഒരു ത്രികോണ മത്സരം നടത്താൻ പറ്റുന്ന ശേഷിയുണ്ടെന്ന് മനസ്സിലായി. അതാണ് അതിന്റെ പോയിന്റ്. അതെ, എവിടേക്കായിട്ട് വരും ഏകദേശം 65 മണ്ഡലം വേണ്ട, 25 മണ്ഡലം വേണ്ട, 25 ആദ്യം പറയേ. 25 നമുക്കും ഒരു ആഗ്രഹം. അപ്പൊ ഞാനിവിടെ ഇതിങ്ങനെ സ്റ്റേഡിങ്ങിന് എഴുതി. അപ്പൊ നമ്മള് ഈ ഇതിനെ നമ്മൾ ഈ കച്ചവടമാണല്ലോ അതിന്റെ ഇടയിൽ പറയുന്നല്ലേ. അത് നമ്മളിത് തൊഴിലാക്കി കൊണ്ടുവരുന്ന ആളല്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് നമ്മൾ 1-2 ഇതായിട്ട് നോക്കിയിട്ട് അങ്ങനെ പറയാം. അപ്പൊ നമ്മള് നോക്കുമ്പോഴേ ഇപ്പോ ഞാനിപ്പോ ഒരു 50,000 വോട്ട്, ഒരു മിനിമം ഒരു 50,000 വോട്ട് അല്ലെങ്കിൽ ഒരു 45,000 വോട്ട് ഒക്കെ BJPക്ക് പിടിച്ച് നിൽക്കാനുള്ള ശേഷിയുള്ള മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ പറയുന്നത്. ഇത് 45,000 50,000 വോട്ട്. അപ്പൊ അങ്ങനത്തെ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്ത് പറ്റും? അരമണം അറിയാലോ, സുരേഷ് ഗോപി വന്നു, അവിടെ നമ്മുടെ ആറ്റിങ്ങല് മുരളീധരൻ വന്നു, അപ്പൊ നമ്മുടെ പാലക്കാട് സുരേന്ദ്രൻ വന്നു. അതെ. അപ്പൊ ആ സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു 5,000-10,000 വോട്ട് വരെ എക്സ്ട്രാ പിടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ. അപ്പൊ ഒരു 40,000-50,000 വോട്ടൊക്കെ 45,000-50,000 വോട്ടിന്റെ റേഞ്ചിൽ നിൽക്കുന്ന മണ്ഡലം. ഇപ്പൊ മഞ്ചേശ്വരം, കാസർഗോഡ്, അതോടൊപ്പം തന്നെ നമുക്ക് ഈ മലമ്പുഴ, അത് തന്നെ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, കാട്ടാക്കട, ഇതേപോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക നെയ്യാറ്റി, പിന്നെ നമ്മൾ ഒരു ചാൻസ് ഇല്ല എന്ന് തോന്നുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ ആലപ്പുഴ ജില്ലയിൽ അരൂര്, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂര്, അതുപോലെ ആറന്മുളം, അടൂര്, കരുനാഗപ്പള്ളി, കുന്നത്തൂര്, കുണ്ടറ, ഇരവിപുരം, ചാത്തന്നൂര്, വർക്കല, തൃശ്ശൂര്, നാട്ടിക, നമ്മുടെ ഒല്ലൂര്, ഗുരുവായൂര്. അതല്ല നമ്മൾ നിയമസഭ ഇലക്ഷൻ ആണല്ലോ. നമ്മൾ സുരേഷ് ഗോപി അല്ലല്ലോ സുരേഷ് ഗോപിക്ക് 104 മണ്ഡലത്തിലും സ്ഥാനാർത്ഥി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ അല്ലെ ഈ ഷൊർണൂര്, ഒറ്റപ്പാലം, പാലക്കാട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 40,000-45,000 വോട്ട് പിടിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 25 മണ്ഡലത്തില് ടൈറ്റ് ഫൈറ്റ് നടത്താനുള്ള ഒരു ശേഷി ഉണ്ടെന്ന്. പിന്നെ ഒരു 65 മണ്ഡലത്തില് എങ്ങനെയുണ്ട് ശരിക്കും ത്രികോണ മത്സരം. കാരണം CPM മറ്റേ UDF-നും LDF-നും വളരെ കഷ്ടം വരുന്ന ഒരു സാഹചര്യം വരുത്താനുള്ള ഒരു അവസ്ഥയുണ്ടെന്ന്. അപ്പൊ ഇത് വരുമ്പോൾ ആരുടെ വോട്ട് പോകുന്നു പറയാൻ പറ്റില്ല. കാരണം ഈ വകുപ്പ് വിഷയം മുനമ്പം ഇത്തരം വിഷയങ്ങളുണ്ട്.
ക്രിസ്ത്യൻ വോട്ടില് BJP വളരെയധികം സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ എന്താ പറയാ, ഈ ഇപ്പോഴത്തെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ ഫലം വെച്ചിട്ട് അന്ന് കിട്ടിയ വോട്ട് ബാങ്ക് അവര് പിടിച്ചു നിർത്തുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് LDFനാണോ UDFനാണോ ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ, മറ്റേ കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നുണ്ട്. അതില് വാർഡ് തലത്തിലുള്ള ഇലക്ഷനിൽ വാർഡുകൾ, നമ്മൾ ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ പഠിക്കേണ്ട കാര്യമില്ല, കോർപ്പറേഷൻ വാർഡുകൾ, പഞ്ചായത്ത് വാർഡുകൾ, ഇത്തരം ഇതില് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇരട്ടിയിലധികം പിടിക്കാനുള്ള സാധ്യത വളരെയധികം. കാരണം വാർഡ് തലത്തില് ആൾക്കാരുടെ മനസ്സ് അങ്ങനെയാണ്. അങ്ങനെ ഒരു അവസ്ഥ. അത് വെച്ചിട്ട് കേരളം മുഴുവൻ അങ്ങോട്ട് തൂത്തുവായിരുന്നു എന്ന് ഞാൻ പറയും. അല്ലാന്ന് ഞാൻ ചോദിച്ചതേ, ഇപ്പൊ എന്തായാലും അടുത്തൊരു ചെറിയൊരു കുഞ്ഞൊരു എഡ്ജ് നിൽക്കുന്ന UDFനാണ് അടുത്തതിൽ ഒരു കുഞ്ഞൊരു എഡ്ജ്. അതിനുശേഷം ഒരു പക്ഷെ BJPക്ക് നല്ലൊരു സാധ്യത വരാൻ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് ചെറിയൊരു എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1.5 വർഷം കഴിയുമ്പോഴേക്കും എന്ത് ചേഞ്ച് വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സാമുദായിക സംഘടനകളുണ്ട്, നമ്മൾ NSS, SNDP, സമസ്ത, അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇത്തരം കമ്മ്യൂണിറ്റികളുടെ നിലപാടുകൾ ഓരോ മണ്ഡലത്തിലും ഓരോ തരത്തിലായിരിക്കുന്നു വരിക. പിന്നെ സ്ഥാനാർത്ഥിക്ക് അനുസൃതമായിട്ട് നമ്മൾ ഇവിടെ ജാതി മതമൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഓരോ സ്ഥാനാർത്ഥി ഏത് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ജാതി, ഏത് മണ്ഡലത്തിലാണ് ഏറ്റവും മതം എന്ന് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥിനെ നമ്മളിവിടെ നിർത്തുന്നത്. ഏത് പാർട്ടി അങ്ങനെ തന്നെയാണ്. ഇവിടെ ജാതി മതം നോക്കാണ്ട് സ്ഥാനാർത്ഥിനെ നിർത്തുന്നത് പറച്ചില് നമ്മൾ പറയും മതേതരത്താണ്, സോഷ്യലിസം മറ്റേന്നൊക്കെ പറയെങ്കിലും സ്ഥാനാർത്ഥിനെ നിർത്തുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പിന്തുണ, ഈ എന്താ പറയാ, സാമൂഹ്യ അവരുടെയൊക്കെ പിന്തുണകൾ ഭയങ്കര ഘടകമാണ്. ഇപ്പൊ CPMനൊരു 100 ആള് നമുക്കറിയാം, ആവറേജ് ഒരു 75% ഇപ്പോഴത്തെ വോട്ടിങ്ങിന്റെ പാറ്റേൺ വരുന്നത്. അതിൽ 25% വോട്ട് LDFനും 20% വോട്ട് UDFനും, പിന്നെ ഒരു 10-15% BJPക്ക്. അപ്പൊ എത്രയായി? ഒരു 60% വോട്ടായില്ലേ. ബാക്കി ഒരു 10-15% ഈ സാമുദായിക സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയാണ്. അത് ഓരോ മണ്ഡലത്തിലും ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ വരുമ്പോഴാണ് നമുക്കത് ഇന്ന ആള് ജയിക്കുന്ന പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് അങ്ങനെ പ്രവചനം നടത്താൻ പറ്റില്ല. കാരണം നിയമത്തില് കഴിഞ്ഞ പ്രാവശ്യം രാജഗോപാൽ ജയിച്ചിട്ട് പിന്നീട് നിയമ സീറ്റില് LDF ആണ് ഇവിടെ ജയിച്ചത്. കാരണം സ്ഥാനാർത്ഥി വരുമ്പോ ഈ ജാതി സമവാക്യങ്ങൾക്ക് വരുന്ന മാറ്റം. അപ്പൊ കേരളത്തിലെ അത്തരം വിഷയമുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു 1.5 വർഷം മുന്നത്തെ കാര്യം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് നമ്മള് ഒരു സൂചന പറയുന്നുള്ളൂ. പക്ഷെ അതിനെ ചൊല്ലിയിട്ട് പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ പ്രവചിച്ചു എന്നുകൊണ്ട് വല്ലാണ്ട് നമ്മളെ എന്താ പറയാ ഇതിന് മുഴുവനും കണ്ടവാനം എതിരായിട്ട് പറയുന്നവരുണ്ടെന്ന്. പക്ഷെ അവര് നമ്മളെന്തോ ഉദ്ദേശിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? കഴിഞ്ഞ ഇല്ല, ഞാനതെങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ നിൽക്കുമ്പോ അങ്ങനെ ചോദിച്ചപ്പോ അതെന്തായാലേ നമ്മുടെ ഇവിടെ ഈ സാധനം മേടിക്കാൻ നമ്മുടെ കടയില്, നമ്മൾ ഇത്രയും കൊല്ലമായിട്ടുള്ള കടയാണല്ലോ, അപ്പോ വരുന്ന ആളുകൾ മുഴുവനും എന്തെങ്കിലും സംസാരിക്കാൻ വരുന്ന ആളുകളാ. അവരെന്തേലും സംസാരിക്കും. അപ്പൊ നമ്മൾ അതിനെ പറ്റി സംസാരിക്കും. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ട് അതിന്റെ ഒപ്പം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് പോകുന്നത്. അതുകൊണ്ട് കടയിൽ വരുന്ന ആളുകൾ എല്ലാവരുമായിട്ട് കമ്മ്യൂണിറ്റി അവരൊക്കെ ഓരോ വിഷയങ്ങൾ ചോദിക്കും. അപ്പൊ ഇതിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ അറിയും, അവരെ മനസ്സിൽ നമ്മൾ അറിയും. അതെങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന്റെ കേൾവിക്കാരനെ കിട്ടാനാണ് ബുദ്ധിമുട്ട്, ആർക്കും നേരില്ല. അങ്ങനെ ഒരു അപ്പൊ നിങ്ങള് എന്താ പറയാ, എന്താ പറയാ, സ്ത്രീക്കും ഒരു തുല്യ അവകാശം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തുല്യതയിലൊരു ചോദ്യം ചോദിച്ച് വന്ന്. സാധാരണ ഭൂരിപക്ഷം പുരുഷന്മാരാണ് ചർച്ചയിൽ പങ്കെടുക്കാറ്. നമ്മൾ ചോദിച്ചതിൽ വളരെ സന്തോഷം. ആയിക്കോട്ടെ, അപ്പൊ ശരി. ശരി.